ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തേർഡ് ചാപ്റ്ററായ ഫങ്ഷൻസ് ആണ്. C++ എന്നത് ധാരാളം ഫങ്ഷനുകളുടെ കളക്ഷനാണ്. അത്തരത്തിലുള്ള ഒരു ഫങ്ഷൻ ആണ് C++ൻ്റെ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ എന്ന ഫങ്ഷൻ. ഇതിന് ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. C++ലെ എല്ലാ ഓപ്പറേഷനുകളും ഈ മെയിൻ എന്ന ഫങ്ഷനകത്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഫങ്ഷനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ഫെമിലിയർ ആണ് ഫങ്ഷൻ മെയിൻ എന്ന ഫങ്ഷൻ എങ്ങനെയാണ് C++ വരുന്നത്. അതായത് നമ്മൾ ഇൻറ്റ് മെയിൻ, ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ബ്രാക്കറ്റ് ഉണ്ടായിരിക്കും. ഇനി വരുന്ന എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഇതിനകത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻ എന്ന ഫങ്ഷനകത്തായിരിക്കും നമ്മൾ എല്ലാ ലൈൻസും എല്ലാ പ്രോഗ്രാം കോഡുകളും കൊടുക്കുന്നത് മെയിൻ എന്ന ഫങ്ഷനകത്തായിരിക്കും. അതാണ് ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് ഉണ്ടായിരിക്കും. C++ൻ്റെ എക്സിക്യൂഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യും? മെയിൻ എന്ന ഫങ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഫങ്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഫങ്ഷൻ്റെ ഉപയോഗം എന്താണ്, ഫങ്ഷൻ്റെ പ്രത്യേകത നോക്കാം. അതായത് ഒരു കോംപ്ലക്സ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ വലിയ പ്രോഗ്രാംസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇത്തരം പ്രോഗ്രാമുകൾ ഒന്നിലധികം ധാരാളം പ്രോഗ്രാം കോഡുകൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കോംപ്ലക്സ് പ്രോഗ്രാമുകളെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാമുകളാക്കി നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഉപയോഗിക്കുന്ന സബ് പ്രോഗ്രാമുകളെ പറയുന്ന പേരാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് വലിയ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ വലിയൊരു പ്രോബ്ലത്തെ ചെറിയ ചെറിയ സബ് പ്രോബ്ലംസ് ആക്കി ഡിവൈഡ് ചെയ്യും. അത്തരത്തിലുള്ള സബ് പ്രോഗ്രാമുകൾ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഫങ്ഷൻസ്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ഈ ഫങ്ഷൻ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ടോപ്പിക്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ ഡെഫിനിഷൻ, എന്താണ് ഫങ്ഷൻ എന്നാണ്. നെക്സ്റ്റ് മോഡ്യൂളാർ പ്രോഗ്രാമിംഗ്. നെക്സ്റ്റ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മോഡ്യൂളാർ പ്രോഗ്രാമിംഗ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഇൻ C++. ദെൻ ലാസ്റ്റ് വൺ സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വാരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് വരുന്നത് ഫങ്ഷൻ ഡെഫിനിഷനാണ്. ഫങ്ഷൻ ഡെഫിനിഷനിൽ നമുക്ക് നോക്കാം. ഫങ്ഷൻ ഈസ് എ വേ ടു ഡിവൈഡ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മാളർ സബ് പ്രോഗ്രാംസ്. അതായത് വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളായി ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഫങ്ഷൻസ്. ഓക്കെ, ഫങ്ഷൻ ഈസ് എ വേ ടു ഡിവൈഡ് ലാർജ് പ്രോഗ്രാം ഇൻ ടു സ്മാളർ സബ് പ്രോഗ്രാംസ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഈച്ച് ഫങ്ഷൻസ് ഹാവ് ദെയർ ഓൺ ആക്ഷൻ ആൻഡ് നെയിം. ഓരോ ഫങ്ഷനും അതിൻ്റേതായ ആക്ഷൻസ് ഉണ്ടായിരിക്കും, അതിനൊരു നെയിം ഉണ്ടായിരിക്കും. ആക്ഷൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രവർത്തനമാണ്. അതായത് ഓരോ ഫങ്ഷനും അതിൻ്റേതായ പ്രവർത്തനം ഉണ്ടാവും, അതിൻ്റേതായ ഒരു നെയിം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ക്യാൻ യൂസ് ദീസ് ഫങ്ഷൻസ് വെനെവർ വി നീഡ്. ഒരു തവണ നമ്മൾ ഒരു ഫങ്ഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഫങ്ഷൻ നമുക്ക് എവിടേക്കാണോ ആവശ്യമുള്ളത് അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അത്രയാണ് ഫങ്ഷൻ്റെ ഡെഫിനേഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മോഡ്യൂളാർ പ്രോഗ്രാമിംഗ് ആണ്. എന്താണ് മോഡ്യൂളാർ പ്രോഗ്രാമിംഗ് നോക്കാം. ദി പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സബ് പ്രോഗ്രാം ഈസ് കാൾഡ് മോഡ്യൂളാർ പ്രോഗ്രാമിംഗ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, വലിയ പ്രോഗ്രാംസിനെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം. അങ്ങനെ വലിയ പ്രോഗ്രാംസിനെ സബ് പ്രോഗ്രാംസായി ബ്രേക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മോഡ്യൂളാർ പ്രോഗ്രാമിംഗ്. ഓക്കെ, ദീസ് സബ് പ്രോഗ്രാം ആൾസോ കാൾഡ് ഫങ്ഷൻ. ഇത്തരം ഡിവൈഡ് ചെയ്ത സബ് പ്രോഗ്രാമിന് നമുക്ക് എന്ത് പറയാം? ഫങ്ഷൻസ് എന്ന് പറയാം. ഓക്കെ ഓക്കെ ഇനി ഈ മോഡുലാർ പ്രോഗ്രാമിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റിയൽ ലൈഫിൽ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. അതായത്
നമ്മുടെ സ്കൂളുകളിൽ സാധാരണ യൂത്ത് ഫെസ്റ്റിവൽ വരാറുണ്ട്. ഈ യൂത്ത് ഫെസ്റ്റിവൽ വലിയൊരു ഓപ്പറേഷനാണ്, വലിയൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെറിയ ചെറിയ സബ് പ്രോഗ്രാംസ് കമ്മിറ്റികളാക്കാറുണ്ട്. അതായത് പ്രോഗ്രാം കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി, റീഫ്രഷ്മെൻറ്റ് കമ്മിറ്റി ആൻഡ് ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി. ഇത്രയും കമ്മിറ്റികളെല്ലാം കൂടിച്ചേർന്ന് ഒരൊറ്റ എയിം വെച്ച് വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടി? യൂത്ത് ഫെസ്റ്റിവൽ വിജയകരമാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ വലിയൊരു പ്രോബ്ലത്തെ നമ്മൾ സബ് മൊഡ്യൂളുകളായി, അതായത് സബ് പ്രോഗ്രാംസ് ആക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? റീകമ്പൈൻ ചെയ്തു ഒന്നിച്ച് ഒരു വലിയ ഫങ്ഷനാക്കി അവതരിപ്പിച്ചു. ഇതാണ് നമുക്ക് റിയൽ ലൈഫിൽ വരുന്ന ഒരു എക്സാമ്പിൾ, മോഡുലാർ പ്രോഗ്രാമിന് എക്സാമ്പിൾ. അതുപോലെ വലിയ പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിൽ ചെറിയ ചെറിയ സബ് പ്രോഗ്രാംസായി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത സെക്ഷൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ്. മോഡുലാർ പ്രോഗ്രാമിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. മെറിറ്റ്സ്: reduce the size of program, less chance of errors, reduce the programming complexity and reusability of a program code. ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം, റെഡ്യൂസ് ദി സൈസ് ഓഫ് പ്രോഗ്രാം കോഡ്. ഒരു പ്രോഗ്രാം വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ലൈൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എവിടേക്കാണോ ആവശ്യമുള്ള ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോഗ്രാം കോഡിൻ്റെ ലൈനുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലെസ് ചാൻസ് ഓഫ് എറേഴ്സ് ആണ്. ഓരോ മൊഡ്യൂളുകളായതുകൊണ്ട് എറേഴ്സ് ഓരോ മൊഡ്യൂളിലായിരിക്കും വരുന്നത്. അപ്പോൾ ഏത് മൊഡ്യൂളുകളാണോ എറേഴ്സ് ഉള്ളത് ആ മൊഡ്യൂളെടുത്ത് മാത്രം ചെക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എറേഴ്സിനെ കണ്ടെത്തി ക്ലിയർ ആക്കാൻ കഴിയും. ഓക്കെ, ഇതാണ് ലെസ് ചാൻസ് ഓഫ് എറേഴ്സ്. വലിയ പ്രോഗ്രാം ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരുപാട് എറേഴ്സ് വരും. ഇവിടെ വലിയ പ്രോഗ്രാംസ് ഒന്നിച്ച് ചെയ്യുന്നില്ല, സബ് മൊഡ്യൂളുകളാണ് ചെയ്യുന്നത്, അതായത് സബ് ഫങ്ഷനുകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഫങ്ഷനിൽ എറർ ഉണ്ടെങ്കിൽ ആ ഫങ്ഷൻ മാത്രം എടുത്ത് ചെക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് റെഡ്യൂസ് ദി പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. വലിയ പ്രോഗ്രാം ഒരാൾ തനിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, റിസ്ക് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ പ്രോഗ്രാം സബ് പ്രോഗ്രാംസ് ആക്കി. എന്നിട്ട് കുറേ ആളുകൾ കൂടി ഓരോ സബ് പ്രോഗ്രാമിന് മുകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് പോയിൻ്റ് റീയൂസിബിലിറ്റി ഓഫ് പ്രോഗ്രാം കോഡാണ്. അതായത് മൊഡ്യൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒരു തവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടൈമിലൊക്കെ എന്ത് ചെയ്യാം? അതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് വരുന്നത് റീയൂസിബിലിറ്റി ഓഫ് പ്രോഗ്രാം കോഡ്. ഓക്കെ, ഇത്രയാണ് അഡ്വാൻറ്റേജിനകത്ത് അല്ലെങ്കിൽ മെറിറ്റ്സിനകത്ത് വരുന്ന പോയിൻറ്റ്സ്. ഇനി ഡിമെറിറ്റ്സ് നോക്കാം. ഡിമെറിറ്റ്സ് പറയുന്നത് ഡിവൈഡിങ് ആൻഡ് റീജോയിനിങ് ഓഫ് മൊഡ്യൂൾസ് ഈസ് വെരി ചാലഞ്ചിങ് ആൻഡ് റിസ്കി ജോബ്. അതായത് വലിയ പ്രോഗ്രാമിനെ വളരെ കറക്റ്റായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത മൊഡ്യൂളിനെ വീണ്ടും റീജോയിൻ ചെയ്യണം. ഇത് വളരെയധികം റിസ്ക് പിടിച്ച ചാലഞ്ചിങ് ഫേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു ബ്രേക്ക് ആൻഡ് റീജോയിനിങ് പ്രോപ്പർലി, അതർവൈസ് ദി റിസൾട്ട് വിൽ ബി റോങ്. നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതും റീജോയിൻ ചെയ്യുന്നതും വളരെ കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും? വിൽ ബി റോങ്. ഇതാണ് അതിൻ്റെ ഡിമെറിറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അടുത്ത സെക്ഷൻ ഫങ്ഷൻസ്. C++ൽ യൂസ് ചെയ്യുന്ന ഫങ്ഷനെ കുറിച്ചാണ്. ഓക്കെ, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇവിടെ ഞാനൊരു ഇമേജ് പറഞ്ഞിട്ടുണ്ട്, കോഫി മേക്കർ. കോഫി മേക്കർ മീൻസ് ഒരു ഫങ്ഷനാണ്. ഉപയോഗിക്കുന്നത് കോഫി ക്രിയേറ്റ് ചെയ്യുക, കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ആ മെഷീൻ ഒരു വർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഈ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ ആ മെഷീനകത്തേക്ക് നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. ആ എലമെൻറ്റ്സാണ് വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി. ഇത്രയും എലമെൻറ്റ്സ് ഈ ഒരു ഓപ്പറേഷന് പുറമേ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഫി മേക്കർ എന്ത് ചെയ്യും? കോഫി ക്രിയേറ്റ് ചെയ്യും. ഈ ക്രിയേറ്റ് ചെയ്ത കോഫി നമുക്ക് എങ്ങോട്ട് അവൈലബിൾ ആവും? ഒരു കപ്പിലേക്ക് അവൈലബിൾ ആവും. ഇങ്ങനെയാണ് നമ്മളെന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? സാധാ കേസിലൊരു കോഫി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ കോഫി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കുറേ സാധനങ്ങൾ പുറമേ നിന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് പ്രോഗ്രാമിലൂടെ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം സിമ്പിളായിട്ട്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് എടുക്കുന്നത്? കപ്പിലേക്ക് എടുക്കുന്നത്. കപ്പിലേക്ക് കോഫി വരണം. അപ്പോൾ കപ്പ് ഈക്വൽ ടു
എവിടെ നിന്നാണ് കോഫി വരുന്നത്? കോഫി മേക്കറിൽ നിന്നാണ്. കോഫി മേക്കർ. ഓക്കെ. ഇനി കോഫി മേക്കറിൽ എന്തൊക്കെ കൊടുക്കണം? നമ്മൾ വാട്ടർ കൊടുക്കണം, മിൽക്ക് കൊടുക്കണം, ഷുഗർ കൊടുക്കണം, ആൻഡ് കോഫി പൗഡർ കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ കോഫി മേക്കർ ഓപ്പറേഷൻ വർക്ക് ചെയ്യും. വർക്ക് കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? നമ്മൾ ഉദ്ദേശിക്കുന്ന കപ്പിലേക്ക് സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പം ഇവിടെ നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? കോഫിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങോട്ട് എടുക്കുന്നത്? കപ്പിലേക്ക് എടുക്കുന്നത്. ഓക്കെ. കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ കോഫി മേക്കർ വർക്ക് ചെയ്യും. റിസൾട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? കപ്പിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താ എക്സാമ്പിൾ? ഇതേപോലെ പ്രോഗ്രാം ഇങ്ങനെ വർക്ക് ചെയ്യും. സി എന്ന വാരിയബിളിലേക്ക് നമുക്ക് 3 വാല്യൂസ് ആഡ് ചെയ്യണം. 3-4 വാല്യൂസ് ആഡ് ചെയ്തിട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യണം? സി എന്ന വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 3, 4, 5, 6 ഇത്രയും വാല്യൂസ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് കൊടുത്തു. ഏത് ഫംഗ്ഷനകത്തേക്ക്? ആഡ് എന്ന ഫംഗ്ഷനകത്തേക്ക്. ആ ആഡ് എന്ന ഫംഗ്ഷൻ എന്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യും? 3, 4, 5, 6 എന്നീ വാല്യൂസിൻ്റെ മുകളിൽ വർക്ക് ചെയ്യും. റിസൾട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? സിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് പ്രോഗ്രാമിങ്ങിൽ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾസായി. ഇനി ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് കാര്യങ്ങൾ. അതിൽ ഫസ്റ്റ് വരുന്നത് ആർഗ്യുമെൻറ്റ്സ് ആണ്. എന്താണ് ആർഗ്യുമെൻറ്റ്സ്? ഇപ്പം നമ്മളിവിടെ കോഫി ഉണ്ടാക്കാൻ വേണ്ടി വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ ഇതെല്ലാം നമ്മൾ കോഫി മേക്കർ എന്ന എഞ്ചിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ. അതിന് കൊടുക്കുന്ന ആ ഇൻഗ്രീഡിയൻസിനെ പറയുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ. ഇനി എന്താ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞാൽ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ദി വാരിയബിൾസ് ഓർ കോൺസ്റ്റൻറ്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡിങ് വാല്യൂസ് ഇൻ ടു ദി ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷനകത്തേക്ക് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫംഗ്ഷനെ പുറമേ നിന്ന് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാരിയബിൾസ് ആവാം, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആവാം. അതിന് നമുക്ക് പറയുന്നതാണ് എന്ത്? ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷനകത്തേക്ക് ഫംഗ്ഷൻ്റെ പുറമേ നിന്ന് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാരിയബിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ്സ്. ഇനി നമുക്ക് പറയുന്ന പേരെന്താണ്? ആർഗ്യുമെൻറ്റ്സ്. ഇതിന് മറ്റൊരു പേരാണ് പാരാമീറ്റേഴ്സ്. ഓക്കെ. അടുത്തത് റിട്ടേൺ വാല്യൂ ആണ്. എന്താണ് റിട്ടേൺ വാല്യൂ? റിട്ടേൺ വാല്യൂ പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടായിരിക്കും. ആ റിസൾട്ടിനെ നമുക്കൊന്ന് റിട്ടേൺ വാല്യൂ പറയുന്നത്. ഇവിടെ നമ്മൾ കോഫി ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ വാല്യൂ എന്താ കിട്ടുന്നത്? കോഫിയാണ്. ആ കോഫി നമുക്കൊരു കപ്പിലേക്ക് സ്വീകരിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് റിട്ടേൺ വാല്യൂ. ഇനി എന്താ റിട്ടേൺ വാല്യൂ? എന്താ കറക്റ്റായി നോക്കാം. ദി വാല്യൂ ദാറ്റ് റിട്ടേൺ ഫ്രം ദി ഫംഗ്ഷൻ ആഫ്റ്റർ ദി പ്രോസസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷൻ്റെ പ്രോസസ്സിന് ശേഷം റിസൾട്ട് ഉണ്ടായിരിക്കും. ആ റിസൾട്ടിനെ പറയുന്ന ആ റിസൾട്ട് വാല്യൂവിന് പറയുന്ന പേരാണ് റിട്ടേൺ വാല്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫംഗ്ഷൻ്റെ ഓപ്പറേഷന് ശേഷം തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കാം? വാല്യൂ ഉണ്ടായിരിക്കാം. ഈ വാല്യൂവിനെ പറയുന്ന പേരാണ് റിട്ടേൺ വാല്യൂ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ഫംഗ്ഷനാണ്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ C++ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് എത്ര തരമുണ്ട്? അത് ഏതൊക്കെയാണ് പറയുന്നത്. അതായത് പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ടൈപ്പ് ഫംഗ്ഷനുണ്ട്. ഏതൊക്കെയാണ്? പ്രീ ഡിഫൈൻഡ് ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അങ്ങനെ 2 ടൈപ്പ് ഫംഗ്ഷനാണ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ പ്രീ ഡിഫൈൻഡ് ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. എന്താ നോക്കാം. ദീസ് ആർ സം റെഡിമെയ്ഡ് ഫങ്ഷൻസ് ദാറ്റ് ആർ previously written, debugged and compiled by the language itself. അതായത് എല്ലാ ലാംഗ്വേജിലും റെഡിമെയ്ഡ് ആയിട്ട് കുറച്ച് ഫങ്ഷൻസ് ഉണ്ടാവും. അത് ആൾറെഡി റൈറ്റ് ചെയ്ത് വെച്ചതാണ്, ഡീബഗ് ചെയ്താണ്, കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാണ്. എറേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അത് റെഡിമെയ്ഡ് ഫങ്ഷൻ പറയുന്ന പേരാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. സിംപ്ലി നമുക്ക് പറയാം ഇറ്റ്സ് എ റെഡിമെയ്ഡ് ഫങ്ഷൻസ്, റെഡി ടു യൂസ്. റെഡിമെയ്ഡ് ഫംഗ്ഷനാണ്, നമുക്ക് ചുമ്മാ അങ്ങോട്ട് യൂസ് ചെയ്താൽ മതി. അത്രയും റെഡിമെയ്ഡ് ഫംഗ്ഷൻ പറയുന്ന പേരാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഓക്കെ. ഇപ്പം നമ്മൾ
സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിനകത്ത് ഗെറ്റ്സ് ആൻഡ് പുട്സ് അങ്ങനെ 2 ഫങ്ഷൻസ് പഠിച്ചിരുന്നു. ഗെറ്റ്സ് കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനും പുട്സ് പ്രോഗ്രാമിൽ നിന്ന് സ്ക്രീനിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. ഇത് രണ്ടും ഒരു റെഡിമെയ്ഡ് ഫങ്ഷനാണ്. മുൻകൂട്ടി എഴുതി വെച്ചതാണ്, ഡീബഗ് ചെയ്ത് വെച്ചതാണ്, കമ്പയർ ചെയ്ത് വെച്ചതാണ്. അങ്ങനെ റെഡിമെയ്ഡ് ഫങ്ഷനെ പറയുന്ന പേരാണ് ബിൽട്ട് ഇൻ ഫങ്ഷൻസ്. ഓക്കെ, ഇനി അടുത്തത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ്. C++ provides the facility to create our own functions for some specific task. അതായത് റെഡിമെയ്ഡ് ഫംഗ്ഷൻ മാത്രം യൂസ് ചെയ്താൽ പോരാ, നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, ചില ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ യൂസറിൻ്റെ ഐഡിയക്ക് അനുസരിച്ച് പുതിയ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത്രയും ഫംഗ്ഷനെ പറയുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി വരുന്നത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ ഒരുപാട് ധാരാളം ഫങ്ഷൻസ് ഉണ്ട്, ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടർ ഫംഗ്ഷനാണ്. എന്താ കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻപുട്ടിങ് and outputting one character at a time. അറ്റ് എ ടൈമിൽ ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനും ഒരു ക്യാരക്ടർ ഔട്ട്പുട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടർ ഫങ്ഷൻസ്. യു നോട്ട് ദാറ്റ് അറ്റ് എ ടൈമിൽ ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനും അറ്റ് എ ടൈമിൽ ഒരു ക്യാരക്ടർ ഔട്ട്പുട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടർ ഫങ്ഷൻ. ഓക്കെ, ഇനി ഇത്തരം ഫങ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെഡർ ഫയൽസ് യൂസ് ചെയ്യേണ്ടി വരും. ഇത്തരം ഫങ്ഷൻ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്കെന്ത് വേണം, ഹെഡർ ഫയൽസ് യൂസ് ചെയ്യണം. ഈ കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടർ ഫങ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, stdio എന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. ഓക്കെ, ഇത് ടർബോ സിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നെയിം എന്തായിരിക്കും, stdio.h എന്നായിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഇനി അതിൽ ഫസ്റ്റ് വരുന്ന ഒരു പോയിൻ്റ് ഗെറ്റ് ക്യാറാണ്. ഗെറ്റ് ക്യാർ ഒരു ക്യാരക്ടറിനെ കീബോർഡിൽ നിന്ന് ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണിത് ഗെറ്റ് ക്യാർ എന്ന ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെ യൂസ് ചെയ്യുന്ന നോക്കാം. എക്സാമ്പിൾ, char is a data type, ch is a variable, then get char എന്ന ഫങ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫങ്ഷൻ വഴി നമുക്ക് ch-ലേക്കൊരു വാല്യൂ, അതായത് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, സെയിം ആസ് പുട്ട് ക്യാർ, ഡിസ്പ്ലേ വൺ ക്യാരക്ടർ ഓൺ ദി സ്ക്രീൻ, ഒരു ക്യാരക്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പുട്ട് ക്യാർ എന്ന ഫങ്ഷൻ. അതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. എക്സാമ്പിൾ, char is a data type, ch is a variable and equal to x is a single character constant. then പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് യൂസ് ചെയ്യാം പുട്ട് char ബ്രാക്കറ്റിൽ ch എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ch എന്ന വേരിയബിളിനകത്ത് എന്തുണ്ട്, എക്സ് എന്നൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ കോൺസ്റ്റൻ്റ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, പുട്ട് ക്യാർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. മാത്രമല്ല നമുക്ക് പുട്ട് ക്യാർ ഈ രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. പുട്ട് ക്യാർ ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന ക്യാരക്ടർ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യും. സെയിം ആസ് പുട്ട് ക്യാർ ബ്രാക്കറ്റിൽ 97 എന്ന് കൊടുത്തു. ഓക്കെ, മുകളിൽ കൊടുത്തതൊക്കെ ക്യാരക്ടർ വാരിയബിൾസാണ്, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റാണ് കൊടുത്തത്, എ ആയാലും എക്സ് ആയി കഴിഞ്ഞാലും. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് 97 എന്നാണ്. ഈ 97 പുട്ട് ക്യാറിന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് എ എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. അതായത് എയുടെ ആസ്കി കോഡാണ് 97. ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് പുട്ട് ക്യാറിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അതിനകത്ത് വരുന്നത് ബി എന്ന സെക്ഷനിൽ സ്ട്രീം ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻ. സ്ട്രീം നമുക്കറിയാം
കണ്ടിന്യൂസ് ക്യാരക്ടറിന് പറയുന്ന പേരാണ് എന്താണ് സ്ട്രീം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബൈറ്റ്സിന് പറയുന്ന പേരാണ് സ്ട്രീംസ്. അപ്പോൾ ആ സ്ട്രീംസിന് നമുക്ക് ഇൻപുട്ട് ചെയ്യണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ട്രീം ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. നമുക്ക് നോക്കാം. ഇറ്റ് ക്യാൻ സപ്പോർട്ട് ക്യാരക്ടർ ആൻഡ് സ്ട്രീം ആൻഡ് ഇറ്റ് നീഡ്സ് IO സ്ട്രീം ഹെഡർ ഫയൽ. അതായത് ഒരു ക്യാരറ്റിനെയോ സ്ട്രിങ്ങിനോ നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ട്രീം ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, IO stream .h എന്ന ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഗെറ്റ് ഫസ്റ്റ് വരുന്നത് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗെറ്റ് യൂസ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, സീൻ എന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. അതെങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ, റീഡ് ചെയ്യാൻ വേണ്ടിയാണ്, കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, CH char CH is a variable, then നമുക്ക് റീഡ് ചെയ്യാൻ ശ്രമിക്കാം. cin ഡോട്ട് ഗെറ്റ് ബ്രാക്കറ്റിൽ CH. ഓക്കെ, char CH ഈസ് എ വാരിയബിൾ. CHലേക്ക് നമുക്കൊരു ക്യാരക്ടർ റീഡ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, cin ഡോട്ട് ഗെറ്റ് CH. അപ്പോൾ അതിലേക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഗെറ്റ് ലൈൻ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, cin എന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യണം. എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. എക്സാമ്പിൾ, char CH of 10 ക്യാരക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻറ്റ് len ഇസ് എ വാരിയബിൾ, ദെൻ cin ഡോട്ട് must be small letter, cin dot get line str ch len. ഇനി നമുക്ക് സ്ട്രിങ്ങിനെ നമുക്ക് ഗെറ്റ് ലൈൻ വഴി റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ len എന്ന് ഉദ്ദേശിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് len കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദി len റെപ്രസെൻറ്റ്സ് ദി മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ സ്റ്റോർ. മാക്സിമം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിൻ്റെ എണ്ണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് len എന്ന വാരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിം പുട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂസ് ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ ഓൺ കോൺസ്റ്റൻ്റ് ഓൺ സ്ക്രീനിൽ ക്യാരക്ടറിനെയോ കോൺസ്റ്റൻ്റിനെയോ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പുട്ട് നമ്മൾ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. അതിന് നമുക്ക് എന്താവശ്യമുണ്ട്, cout എന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യണം. എങ്ങനെ യൂസ് ചെയ്യുന്നത്, എക്സാമ്പിൾ നോക്കാം. char ch ഈക്വൽ ടു c എന്ന സിംഗിൾ ക്യാരക്ടർ. ഓക്കെ, അത് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണം. ഔട്ട്പുട്ട് ചെയ്യാൻ cout എന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പുട്ട് ബ്രാക്കറ്റിൽ CHനെ നമ്മൾ പുട്ട് ചെയ്തു, ഡിസ്പ്ലേ ചെയ്തു. സെയിം നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. cout ഡോട്ട് പുട്ട് ബ്രാക്കറ്റിൽ ബി എന്ന ക്യാരക്ടർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് പുട്ടിനകത്ത് വരുന്നത്. ഓക്കെ, സെയിം മറ്റൊരെണ്ണം വരുന്നത് റൈറ്റാണ്. സ്ക്രീനിൽ സ്ട്രിങ്ങിന് റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ char str of 10 ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ ഹലോ എന്ന ഡബിൾ കോട്ട്സിൽ ഹലോ എന്ന സ്ട്രിങ് കൊടുത്തു. ദെൻ പ്രിൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. cout ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റിൽ str, 10. അപ്പോൾ ഹലോനെ നമ്മൾ സ്ക്രീനിൽ റൈറ്റ് ചെയ്തു. ഓക്കെ, ഇത്രയാണ്
ആ സെക്ഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വരുന്നത് സ്ട്രിങ് ഫങ്ഷൻസ് ആണ്. സ്ട്രിങ് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ദിസ് യൂസ് ഫോർ സ്ട്രിങ് മാനിപ്പുലേഷൻ. സ്ട്രിങ്ങിൻ്റെ മുകളിൽ മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടി, ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ട്രിങ് ഫങ്ഷൻസ്. ഇനി സ്ട്രിങ് ഫങ്ഷൻസ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? സി സ്ട്രിങ് എന്ന ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം പ്രോഗ്രാമിനകത്ത്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് സ്ട്രിങ് മാനിപ്പുലേഷന് വേണ്ടിയാണ്. ഓക്കെ, ധാരാളം സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫങ്ഷൻ വരുന്നത് strlen എന്ന ഫങ്ഷനാണ്. എന്താണ് strlen ഫങ്ഷൻ നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു find the length of a string. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് strlen എന്ന ഫങ്ഷൻ. ഓക്കെ, അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അതിൻ്റെ എണ്ണത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രിങ് ലെങ്ത് എന്ന് പറയുന്നത്, അതായത് strlen. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, നമ്മൾ വാരിയബിൾ ഉണ്ടാക്കി ഇൻറ്റ് n. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു n ഈക്വൽ ടു strlen ബ്രാക്കറ്റിൽ നമ്മൾ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹലോ എന്ന സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം എങ്ങോട്ട് ലോഡ് ചെയ്യും? n എന്ന വേരിയബിളിലേക്ക് ലോഡ് ചെയ്യും. അതായത് 1, 2, 3, 4, 5 അങ്ങനെ 5 ക്യാരക്ടേഴ്സാണ് എന്തിനകത്തുള്ളത്? ഹെല എന്ന സ്ട്രിങ്ങിനകത്തുള്ളത്. അപ്പോൾ എന്നിലേക്ക് എന്ത് സ്റ്റോർ ചെയ്യും? 5 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഇനി ഈ എന്നിനെ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് ചെയ്യാം. ഇങ്ങനെ ഔട്ട് ചെയ്യും, സി ഔട്ട് n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് strlen എന്ന ഫങ്ഷൻ. ഓക്കെ, ഇതിനകത്ത് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് strcpy ആണ് ഫങ്ഷൻ. ഇറ്റ് ഈസ് യൂസ് ടു കോപ്പി വൺ സ്ട്രിങ് ടു അനദർ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ മുകളിൽ മറ്റൊരു സ്ട്രിങ് കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് strcpy എന്ന ഫങ്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ സിൻറ്റാക്സ് നോക്കാം. എങ്ങനെയാണ് സിൻറ്റാക്സ് നോക്കുന്നത്? strcpy ഈസ് എ ഫങ്ഷൻ ബ്രാക്കറ്റിൽ string 1, string 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡ് സ്ട്രിങ്ങും ഒരു സ്ട്രിങ്ങിൻ്റെ മുകളിൽ മറ്റൊരു സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാൻ പറ്റും. ഇനി എക്സാമ്പിൾ പറഞ്ഞാൽ കൂടുതൽ ഐഡിയ കിട്ടും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു char str1 is a string 1 of 10 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്, കോമ str2 of 10 second array. Then സെക്കൻഡ് സ്ട്രിങ്ങിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തു? ഹലോ എന്ന ഒരു സ്ട്രിങ് കോൺസ്റ്റൻറ്റ് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി പറയുന്നത് strcpy ബ്രാക്കറ്റിൽ str1, str2 കൊടുത്തു കഴിഞ്ഞാൽ ഈ str2ലുള്ള ഹലോ എന്ന വാല്യൂ എങ്ങോട്ട് കോപ്പി ചെയ്യപ്പെടും? str1ലേക്ക് കോപ്പി ചെയ്യപ്പെടും. അതായത് സ്ട്രിങ് 2 കിടക്കുന്ന str2ൽ കിടക്കുന്ന ഹലോ എന്ന സ്ട്രിങ് എങ്ങോട്ട് കോപ്പി ചെയ്യപ്പെടും? str1ലേക്ക് കോപ്പി ചെയ്യപ്പെടും. ഓക്കെ, ഇനി നമ്മൾ str1 എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത് cout str1. അപ്പോൾ str1ൽ എന്തുണ്ടായിരിക്കും? ഹലോ എന്ന സ്ട്രിങ് ഉണ്ടായിരിക്കും. അപ്പോൾ സെക്കൻഡ് സ്ട്രിങ്ങിൽ നിന്ന് ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് ഒരു വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് strcpy പറയുന്നത്. ഓക്കെ,
please follow the second part.